അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ. ഇത് പ്രാവ്. അപ്പോൾ ഇവരെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഗായ്സ് നല്ല മൊഞ്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല എന്താ പറയുക, നമ്മൾ ഇതിനെല്ലാം കണ്ടാൽ ഇങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക, ഇങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കുക അല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിടാണ്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു 5 ആളെ തയ്യാറാക്കിയിട്ടുണ്ട് ഗായ്സ്. സഞ്ചിയിലോട്ട് ഇങ്ങനെ കുത്തനെ കിടത്തിയിട്ടുണ്ട്, തല മുകളിലാക്കിയിട്ട് കിടത്തി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല സേഫായിട്ട് അവിടെ എത്തിക്കാൻ പറ്റും. അങ്ങനെ ഇതാണ് ഞങ്ങളെ കൂട്. ഇവിടെ കുറേ ആളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓർഡർ വരുന്നതിനനുസരിച്ച് പോവും വരികയൊക്കെ ചെയ്യും. പുതിയ ആൾക്കാരും ഉണ്ട്. ഇതിപ്പോൾ പുതിയ ആൾക്കാരിപ്പോൾ വരും, വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അങ്ങനെ കളിയും ചിരിയെല്ലാം ആക്കിയിട്ട് അങ്ങനെ പോകും. പിന്നെ ഈ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ആ ബാക്കി വെള്ളം അതിങ്ങനെ മുക്കി കുളിക്കുകയൊക്കെ ചെയ്യും. കാണണം, നല്ല രസമാണ് ഗൈസ്. പിന്നെ അതിന് നമ്മൾ കൊടുക്കുക വെച്ചാൽ നല്ല ഗോതമ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഗോതമ്പ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ദഹിച്ച് കിട്ടും. അപ്പോൾ ഗോതമ്പാണ് ഇതിൻ്റെ എന്താ പറയുക, നല്ലൊരു ഇഷ്ട ഭക്ഷണം എന്ന് പറയാം. പിന്നെ അപ്പം വെള്ളമൊക്കെ ഇതിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്, ഒക്കെ കഴിഞ്ഞു, റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വന്ന് നോക്കും. അപ്പോൾ പുതിയ ആൾ വന്നാൽ ചിലപ്പം പെട്ടെന്ന് കൂട് തുറക്കുകയൊന്നുമില്ല, പറന്ന് പോയാലേ പണി കിട്ടും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ ഗൈസ്, ഞാൻ ഈ ചെറിയ സ്ഥലത്തോട്ട് ഇതിന് ചെറുതായിട്ട് എനിക്ക് വിശക്കുണ്ടോയെന്ന് ഒരു ഡൗട്ട് വരും പുതിയ ആളാണെങ്കിലും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ രാജാവ്. ഒരു ഭയങ്കര സാധനമാണ് കേട്ടോ, കൊത്തൊക്കെ ചെയ്യും. അപ്പോൾ വേറെയുള്ള ആൾ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണമൊന്നും കഴിക്കുന്നത് അത് ഇഷ്ടാവില്ല, അത് കൊത്തുക ഗൈസ്. അങ്ങനെയാണ് അവൻ്റെ കളി. അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേപ്പറിലാക്കിയിട്ട് വെറുതെ കുറച്ച് കൊടുക്കും. പക്ഷേ അതെൻ്റെ ഒരു സമാധാനത്തിന് കൊടുക്കുന്നതാണ്. ഇവർക്ക് വേണ്ടുവോളം ഇവർ ഭക്ഷണം കഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ആണെങ്കിലും ഒരു സംശയം വരും വിശക്കുണ്ടോയെന്ന്. അങ്ങനെ ഇതിപ്പോൾ അത് കൊടുത്തിട്ട് അതും കഴിക്കും കേട്ടോ ഗൈസ്. അതങ്ങനെയാണ്, കുതിർത്തി വെച്ച് തന്നെ കഴിക്കുന്നില്ല, അല്ലാത്തതും കഴിക്കും. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ആണെങ്കിലും കണ്ടാലൊന്ന് കൊത്താൻ വരും, അങ്ങനെയാണ്. അപ്പോൾ ആൾ നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ് ഗൈസ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പോയി നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ മതി എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും വല്ലാണ്ട് ഒരു ഒച്ചയിട്ടിട്ട് വിളിക്കുന്ന പോലെയൊക്കെ തോന്നും, ഒരു ഒച്ചയിടും. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ വെറുതെ പേപ്പറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ കഴിക്കാനാണെന്ന്. അങ്ങനെ ഇതിപ്പോൾ വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ വന്നതാണ്, ഒച്ച ആക്കിയതിൻ്റെ പേരിൽ കഴിക്കുന്നത്. പിന്നെ ഐസൂട്ടീൻ്റെ ബളകുണ്ട് ഗൈസ്. ഐസു പേപ്പറിനാണ് ചോദിക്കുന്നത്. അങ്ങനെ ഐസുവും കൊടുക്കേണ്ട പ്ലാനിങ് ആണ് ഗോതമ്പ്. അപ്പം ഐസു നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്താ പറയുക, അധികം അടുത്തേക്ക് വരുമ്പോൾ ഒരു പേടിയുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കും, അതെന്താ അറിയില്ല. പിന്നെ അതങ്ങോട്ട് ശീലമാകുമ്പോൾ ഒക്കെ ഏലാവുമായിരിക്കും. ഇത് കാണുന്നില്ല ഗൈസ്, ആ പേപ്പർ ഉള്ളിലിട്ടിട്ട് അതിൽ ഗോതമ്പ് ഞാൻ എന്താണോ ചെയ്തിട്ടുണ്ടായേ അതുപോലെ പേപ്പർ വെച്ചിട്ട് അവൾ ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോക്കും ഇഷ്ടമാണ്, മോക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, മോക്കും ഇഷ്ടമാണ്, മോനിക്കും ഇഷ്ടമാണ്. ഗോതമ്പ് കഴിക്കണം. ഓള് ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ, ഓള് കഴിക്കുന്നില്ലെങ്കിൽ ഐസ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. പ്രാവിനെ വന്നിട്ട് ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ് ഓള് ഗോതമ്പ് ഇട്ടാൽ, അല്ലെങ്കിൽ ഓൾക്ക് ദേഷ്യം വരും ഗൈസ്. അങ്ങനെ ഗോതമ്പ് ഇട്ടിട്ട് തിന്നാണ്ട് നിൽക്കുമ്പം ബാക്കോട്ടേക്ക് അടിക്കുമ്പം ഒക്കെ ടെൻഷനാണ്. അപ്പം എന്തൊക്കെയോ അതിനോട് പറയുകയും ചെയ്യും, തിന്നുന്നൊക്കെ പറയും. കറക്റ്റായിട്ടില്ലെങ്കിലും ഐസുവിൻ്റെ ഭാഷയിൽ ഐസ് തിന്നുന്നൊക്കെ പറയും. കൊത്തുന്നുണ്ട് ഗൈസ്, അതാണ് ഓനാണ് നമ്മളെ കൂട്ടിലുള്ള മൂപ്പൻ. അങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് വയറ് നിറയെ കഴിക്കുന്നുണ്ട്. അതാണ് നിറയെ കഴിച്ച് കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. കഴിച്ചിട്ട് വയറിലൊന്നും ആയിട്ടില്ല എന്നുള്ളത് ലെവലിലാണെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഡൗട്ട് അടിക്കും ഗൈസ്. പക്ഷേ ഇവർ ആളെല്ലാം കൂട് മാറിയിട്ട് വരുന്ന ആളാണെങ്കിൽ പുതിയ ആൾ കൂട് മാറി വരുമ്പോൾ അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആണെങ്കിൽ വന്ന് നോക്കും. അങ്ങനെ ഐസു കല്ലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഗൈസ് ഈ പണി ഒപ്പിക്കുന്നത്. അങ്ങനെ ഐസു നല്ല റെഡിക്ക് കൊടുക്കുന്നുണ്ട്, എന്നെക്കാളും വൃത്തിയായിട്ടാണ്. കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ വയറിലേക്ക് എത്തിക്കുന്ന പരിപാടിയിലാണ്. ഞാൻ കുറച്ച് അധികമാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. മോക്ക് ഏകദേശം അറിയാം, പഠിച്ചു വന്നെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നില്ലെങ്കിൽ ഐസു മുട്ടി വിളിക്കുക. ഐസു ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഐസു ആ കൂട്ടിൽ 2 അടി കൊടുക്കും. അപ്പോൾ ഓക്കെ, ഇവളെ ശ്രദ്ധിച്ചോളും, വന്നിട്ട് കഴിക്കും. അങ്ങനെയാണ്. ഓക്കെ മതിയെന്ന് പറഞ്ഞിട്ടും ഐസ് നിർത്തുന്നില്ല, അതാണ് ഗൈസ്. ഓക്കെ അത് മൊത്തം കൊടുക്കേണ്ട പരിപാടിയാണ്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും അത് നിർത്തിച്ചു. അത് സ്റ്റോപ്പാക്കുമ്പോൾ അതങ്ങോട്ട് നിറച്ച് വെക്കും. ടാറ്റ പറയുന്നതാണ് ഗൈസ്. അങ്ങനെയാണ് എൻ്റെ മോൾ അങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ
ഇറങ്ങിയിട്ടുള്ള പരിപാടിയിലേക്ക് വരുമ്പം അത്ര പെട്ടെന്നൊന്നും ഇവറ്റിങ്ങളുടെ ഇടയിൽ നിന്ന് മക്കൾ വരില്ല. ഇനി വേറെയും ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കോഴിക്കൂട് നോക്കിയപ്പോഴാണ് ഒരു കോഴി ഇറങ്ങിയിട്ട് കണ്ടത്. അപ്പം അതിന് ഞാൻ അവിടെ ഫോണൊക്കെ വെച്ച് പിടിച്ചിട്ട് ഐസൊക്കെ അടുക്കാനൊരു പേടിയുണ്ട് ഗായ്സ്, പക്ഷേ ഇഷ്ടമാണ്. 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊക്കെ ഓള് ശരിയാവുമായിരിക്കും. ഒരു 3-3.5 ആകുമ്പോൾ ശരിയാവും. അങ്ങനെ ഐസു ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കോഴിക്കുട്ടിക്ക്. അങ്ങനെ നമ്മളെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ